ഹായ് എവരി വൺ. MEG 4-ന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് ഓഫ് ക്ലാസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് MEG 4-നെ അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിലൂടെ ഇഗ്നോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ബ്ലോക്കുകളാണ്, അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് MEG 4-ൽ കൊണ്ട് ഇഗ്നോ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ബ്ലോക്ക് നമ്പർ 1, വാട്ട് ഈസ് ലാംഗ്വേജ്. അപ്പം ഈ ഒരു ബ്ലോക്കിൽ ഇൻട്രൊഡക്ടറി ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട രണ്ട് വ്യൂസ് ആണ്, അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ഓഫ് വ്യൂസ് ആണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. സ്ട്രക്ചറലിസ്റ്റ് അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് വ്യൂ, അതുപോലെ തന്നെ ജനറേറ്റീവ് ഓർ മെന്റലിസ്റ്റ് വ്യൂ. ഇങ്ങനെ രണ്ട് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ് ബ്ലോക്ക് നമ്പർ 1-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് തിയറി അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറലിസ്റ്റ് വ്യൂ എന്താണ്, അതുപോലെ തന്നെ ജനറേറ്റീവ് ഓർ മെന്റലിസ്റ്റ് വ്യൂ എന്താണെന്നുള്ളതും ബ്ലോക്ക് നമ്പർ 1-ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2-ൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു കറന്റ് സ്റ്റേറ്റസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കറന്റ് സ്റ്റേജിലേക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ള കാര്യവും ബ്ലോക്ക് നമ്പർ 2-ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അല്ലെ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഗ്രാമർ, അതുപോലെ തന്നെ വേർഡ്സ്, ദെൻ സൗണ്ട്. അല്ലെ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം വേർഡ്സിനെ നമുക്ക് പ്രൈമറിലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രണ്ട് കാറ്റഗറീസ് ആക്കാൻ സാധിക്കും, വവൽസ് ആൻഡ് കോൺസണൻസ്. അല്ലെ, അപ്പം ഈ ഒരു ബ്ലോക്കിൽ സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേർഡ്സിനെ കുറിച്ചും ഗ്രാമറിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലോക്കിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നോക്കാം നമുക്ക്. ഇംഗ്ലീഷ് ആൻഡ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. അല്ലെ, ഈ സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇംഗ്ലീഷിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഇംഗ്ലീഷിനെയും അതുപോലെ തന്നെ വേർഡ്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. അല്ലെ, സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ലാംഗ്വേജ് ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട്. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സൊസൈറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും നാറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷ് മാത്രമായിരുന്നു ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ്. അല്ലെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും there was an Englishers. അല്ലെ, instead of a single English language, at present what is the situation now, we do have Englishers. അല്ലെ, നമുക്ക് ഒരുപാട് ഇംഗ്ലീഷേഴ്സ് ആണുള്ളത്. അമേരിക്കൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, അല്ലെ, പിന്നെ ആഫ്രിക്കൻ ഇംഗ്ലീഷ്, ഇങ്ങനെ ഇംഗ്ലീഷേഴ്സ് ആണ്. എല്ലാ ഇംഗ്ലീഷ് ലാംഗ്വേജുകളും ആക്സെപ്റ്റബിൾ ആണ് താനും. അല്ലെ, അപ്പം പിന്നെ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ലുക്ക് അറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ്. അല്ലെ, അതുപോലെ തന്നെ ഹൗ ഇന്ത്യൻ ഇംഗ്ലീഷ് ഇവോൾവ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു വന്നു. അല്ലെ, അതുപോലെ തന്നെ ഗ്ലോബൽ ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിന്റെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാം ബ്ലോക്ക് നമ്പർ 3 ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട് സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ്. അല്ലെ, സൗണ്ട് സിസ്റ്റം ആണ്. അല്ലെ, അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പ്രൊനൗൺസിയേഷൻ ആണ്. അല്ലെ, സൗണ്ട് ആണ്. അല്ലെ, അപ്പൊ നോക്കി നമ്മൾ ഈ സൗണ്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ, അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ഫസ്റ്റ് വൺ വേർഡ് ആക്സെന്റ്. അല്ലെ, ബ്രിട്ടീഷ് ആക്സെന്റ്, അമേരിക്കൻ ആക്സെന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെ, അതുപോലത്തെ എന്താണ് സ്ട്രെസ്, എന്താണ് റിതം, എന്താണ്, അല്ലെ, അതുപോലെ തന്നെ എന്താ ഇന്റോനേഷൻ എന്താണ്, അല്ലെ, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബ്ലോക്ക് നമ്പർ 3-യുടെ രണ്ട് പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് ബ്ലോക്ക് നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നത് വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ഒരുപാട് വേർഡുകൾ ഫോം ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ന്യൂ വേർഡ്സിനെ നമ്മൾ ഫോം ചെയ്യാറുള്ളത്, എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്, ചിലപ്പോൾ നമ്മൾ രണ്ട് വേർഡിനെ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്, അല്ലെ, കമ്പൈൻ ചെയ്യാറുണ്ട്. ഏതൊക്കെ, ചെയർ പ്ലസ് ആം. അല്ലെ, ആം ചെയർ. അല്ലെ, അപ്പൊ നമ്മൾ രണ്ട് വേർഡിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് എ ന്യൂ വൺ. അല്ലെ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രിഫിക്സും
അല്ലെ ആഡ് ചെയ്യാറുണ്ട്. ചില വേർഡിന്റെ ഫ്രണ്ടിൽ നമ്മൾ ചില വേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഒരു പുതിയ വേർഡ് നമുക്ക് ലഭിക്കാറുണ്ട്. ഏതുപോലെ നോക്ക്, നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയുന്നതിന്റെ പ്രിഫിക്സ് ഇൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് മീനിങ് കിട്ടും, ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും അല്ലെ. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ വേർഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് വേർഡിനെ നമ്മൾ എങ്ങനെയൊക്കെ ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ബ്ലോക്ക് നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 5 ഡിസ്കസ് ചെയ്യുന്നത് സിൻടാക്സ് ആണ് അല്ലെ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ഓഫ് സെന്റൻസ്. ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, എസ്പെഷ്യലി ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിക്കാണ് നമ്മൾ സാധാരണ സിൻടാക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമറിനെയാണ്, ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ ഒരു 5th ബ്ലോക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും നോം ചോംസ്കിയുടെ ജനറേറ്റീവ് ഗ്രാമറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള ജനറേറ്റീവ് ഗ്രാമർ. ഓക്കെ, അപ്പം നോം ചോംസ്കിയുടെ ഒരു തിയറിയാണ് ഈ പറയുന്ന ജനറേറ്റീവ് ഗ്രാമർ അല്ലെ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഗ്രാമർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. അത് മാത്രമല്ല നമ്മൾ ഇൻബോൺ ആയിട്ട് ഗ്രാമർ എന്തുണ്ട്, നമ്മുടെ മൈൻഡിൽ, ഹ്യൂമൻ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. ഇൻബോൺ ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഗ്രാമർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം എന്തിന്റെ ആവശ്യമില്ല, നമ്മളെ നോ നീഡ് ഓഫ് ടീച്ചിങ് ഗ്രാമർ സ്റ്റുഡൻസ്. അത് ഇൻബോൺ ആയിട്ട് നമ്മൾ ലഭിക്കും, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും എന്നാണ് ഈ ഒരു ജനറേറ്റീവ് ഗ്രാമറിൽ ആര് പറയുന്നത്, ചോംസ്കി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറീസും ഈ പറയുന്ന ബ്ലോക്ക് നമ്പർ 5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ബ്ലോക്ക് നമ്പർ 6 and 7 ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്, അതിനെ ഷേപ്പ് ചെയ്ത് വെക്കുന്നത് എന്താണ്, സൊസൈറ്റിയാണ് അല്ലെ. സൊസൈറ്റിക്ക് ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ലാംഗ്വേജിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ ക്ലാസ് ആൻഡ് ലാംഗ്വേജ്, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, എക്കണോമിക്കൽ ക്ലാസ് എന്തിനെ, ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളൊക്കെ പല ആളുകളും ബൈലിംഗ്വൽ ആണ് അല്ലെ. ബൈ മീൻസ് അല്ലെ, ബൈപോളാർ വേൾഡ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ. അപ്പം ബൈ മീൻസ് രണ്ട് ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട് നമ്മളൊക്കെ അല്ലെ. അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് പ്ലാനിങ്, വേ ഓഫ് സ്പീക്കിംഗ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് അല്ലെ. നമ്മൾ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്പീക്കിംഗ് എങ്ങനെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് നമ്പർ 6 and 7 ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഫൈനൽ ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് നമ്പർ 8 ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അല്ലെ. അപ്പൊ നമുക്ക് കാണാം, ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിറ്ററേച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദി ലാംഗ്വേജ് വിച്ച് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലാംഗ്വേജ് അല്ലെ. അപ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈൽ അല്ലെ, അതിൽ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആ ഒരു രീതി അല്ലെ, നമുക്ക് ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സ്റ്റൈൽ നമ്മൾ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പം നമ്മൾ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്, ഡിഫറെന്റ് സ്റ്റൈലുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്, ലിറ്റററി സ്റ്റൈലുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഫൈനൽ ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് നമ്പർ 8 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കി നമ്മൾ ഈ ഒരു MEG 4 നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.